ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാത്തോളജി ലാബിനെതിരെ ഗുരുതര ആരോപണവുമായി കഴക്കൂട്ടം സ്വദേശി രംഗത്ത് വന്നതാണ് നമ്മുടെ അടുത്ത റിപ്പോർട്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ബയോപ്സിക്ക് നൽകിയ സാമ്പിളും റിസൾട്ടും ഒക്കെ തിരികെ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നാണ് ആരോപണം. ഇതോടെ തുടർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴക്കൂട്ടം സ്വദേശിയായ ഭുവനചന്ദ്രൻ നായർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കൂടുതൽ പരാതികൾ ഉയരുകയാണ്. കഴിഞ്ഞ മെയ് 28-ന് കഴക്കൂട്ടം സ്വദേശി ഭുവനചന്ദ്രൻ നായരുടെ കഴുത്തിൽ വളർന്ന മുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരുന്നു. കൂടുതൽ പരിശോധനയ്ക്കായി പത്തോളജി ലാബിൽ ബയോപ്സിക്ക് നൽകിയ സാമ്പിളിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അറിയില്ലെന്നാണ് ഭുവനചന്ദ്രൻ നായരുടെ പരാതി. അടിയന്തരമായി 5-ാം തീയതിക്ക് മുമ്പ് ഇത് ഇവിടെ ഹാജരാക്കണമെന്നാണ് അവിടെ നിന്ന് നമ്മുടെ RCCയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു. 5-ാം തീയതി റിവ്യൂ വെച്ചേക്കാണ്, അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഹാജരാക്കണം. അപ്പോൾ ടെസ്റ്റ് അവർക്ക് റിസൾട്ട് വേണ്ട, അവർ ഈ സ്ലൈഡ് തന്നാൽ മതിയാവും. അതിൻ്റെ ഗ്ലാസ് ചില്ലെന്ന് പറയുന്ന ആ സാധനം തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പരിശോധിച്ച് കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് തരുന്നില്ല, ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെ ഞാൻ പല പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി. 2 ആഴ്ച മുൻപ് വയറുവേദന അനുഭവപ്പെട്ട ഭുവനചന്ദ്രൻ നായരെ മെഡിക്കൽ കോളേജിൽ നിന്നും RCCയിലേക്ക് റഫർ ചെയ്തു. കൂടുതൽ പരിശോധനകൾക്കായി ഭുവനചന്ദ്രൻ നായരുടെ ബയോപ്സി ആവശ്യപ്പെട്ട് RCC അയച്ച കത്തിലൂടെയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ വ്യക്തമായത്. ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്ത മുഴ നഷ്ടപ്പെട്ടതിനാൽ RCCയിൽ ചികിത്സയ്ക്കായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ വയോധികൻ. തന്റെ പരാതിയിൽ അധികൃതർ അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഭുവനചന്ദ്രൻ നായരുടെ ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.